കുരുക്ഷേത്രത്തിൽ രാവണ സംഹാരം, ആ യുദ്ധഭൂമിയിൽ സീതാ സ്വയംവരം. ஒரு விதமாய் வருகிறதே அதை பாயுதே கண்ணாயன் மனமிக அதை பாயுதே. എന്താണ് ചെയ്യാൻ? എന്ത് പറ്റിയ ചൈനയും എന്താണ്? ഒന്നുമില്ല. അത് കള്ളം എന്തോ ഉണ്ട്. എന്താ മമ്മീനെ മിസ് ചെയ്തോ? ഓ എനിക്ക് തോന്നി. ഇറ്റ്സ് ഓക്കെ. എന്താടി പെണ്ണെ? ഇച്ചൻ ഓക്കെയാണോ? ഞാൻ ഓക്കെയാണ് കിച്ചു. ഇപ്പൊ സമാധാനായ എന്റെ പെണ്ണിനെ? സമാധാനായി. മിസ് ചെയ്യാം. എന്താ ചെയ്യാ? എന്ത് ഇച്ചനെന്തിനടുത്ത് തന്നെ? എന്താ മോനെ ഉദ്ദേശം? വേറെന്ത് ദുരുദ്ദേശം? വേണ്ട, എനിക്ക് വേണം. I love you, Kichu. Love you too, Jaya. ഇച്ചാ എണീറ്റ്. ഇച്ചാ നിങ്ങൾ എണീക്കുന്നുണ്ടോ? ഓ എന്താ കിച്ചു, 5 മിനിറ്റ് കൊടുക്കട്ടെ? പറ്റില്ല, 5 മിനിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇതേ മനുഷ്യ, നിങ്ങൾ ഓഫീസിലൊന്നും പോകണല്ലേ? ഓ എണീറ്റ് പോരെ. ശരി, ഫ്രഷ് ആയിട്ട് താഴത്തേക്ക് വാ. അങ്ങനെ പോയാലോ? എന്താ ചെയ്യാ? വേണ്ടട്ടോ, എന്നെ വിട്ടേ. വിടാടി, രണ്ട് മോർണിംഗ് സെൽസ് പിന്നെ വിടാം. ഇനിപ്പോക്കോ നിന്നുണ്ടല്ലോ. പോടേ, ഞാൻ പോവാ. നിന്നെ ഞാൻ എടുത്തോളാടി. ഇവളുടെ ഒരു കാര്യം. എണീറ്റോ? വാ, വന്നിരിക്കും, ഫുഡ് കഴിക്കാം. ഓ എന്താ ഒരു സ്നേഹം. ഫുഡ് മാത്രം എന്തിനെടുത്ത് കൊടുക്കേ? അങ്ങനെ വാര്യം കൂടി കൊടുക്കില്ലേ? അല്ലേ, എനിക്കൊരു ഡൗട്ട്. നിങ്ങളുടെ മോള് ഞാനാണത് ഇങ്ങനാണോ? എന്താ സംശയം? എന്റെ മോൻ തന്നെ. ഓഹോ, ഇപ്പൊ ഞാൻ പുറത്തായല്ലേ? ആയിക്കോട്ടെ. ഓ എന്റെ മോൾക്ക് ഒട്ടും കുശുമില്ലല്ലേ? ഇത് കണ്ടവരുണ്ട് എന്നെ കളിയാക്കണേ. നിങ്ങളുടെ മനുഷ്യന്മാരെ അടുത്ത് കൊണ്ടാട്ടിരിക്കണേ. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ സ്നേഹമില്ല മനുഷ്യ. എന്തിനാണ് എന്റെ കൊച്ചിനെ കളിയാക്കി? ഞാൻ പോവാ. ഞാൻ പോയി അവളുടെ പിണക്കം മാറ്റി ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് വരാട്ടെ. ശരി മോനെ, ആ കാന്താര പിണക്കം മാറ്റിയിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നേക്കും. അമ്മ ഫുഡ് വിളമ്പി വെച്ചേക്കാം. കിച്ചു എന്താ? എന്തിനാ ഇങ്ങോട്ടും വന്നേ? അവിടെ തന്നെ എന്നാ പോരായിരുന്നു. എന്നോട് ആരും മിണ്ടാൻ വരണ്ട. എനിക്കാരോട് മിണ്ടവും വേണ്ട. ഓ കിച്ചു പിണങ്ങി? ഞാൻ ചുമ്മാ ചിരിച്ചല്ലേ. ഒന്ന് ക്ഷമിക്കട വെച്ചവനോട്. അറിയാണ്ട് ചിരിച്ചതാ. ഇനി എന്തെങ്കിലും പറയണായിട്ട് ചിരിക്കോ? ഇല്ല, പോരെ. ഇനി ഒന്ന് നല്ല കൊച്ചിട്ടിരുന്ന് ഫുഡ് കഴിക്ക്. വാ. ശരി, ഞാൻ വരാം. ഇറങ്ങോട്ടാ പറ്റി ജയിച്ച പോട്ടെ. കിച്ചു പോട്ടേടി. ശരി ജയ, സൂക്ഷിച്ചൊക്കെ പോണേ. ശരി, ലവ് യു ഡി. ലവ് യു ടു ജയ. ശരി ഡി, ബൈ. ഗുഡ് മോർണിംഗ് ബോസ്. ഗുഡ് മോർണിംഗ്. എന്തുവാ ഇത്, ഇങ്ങനെ ചിരിക്കാറില്ലേ? നീ ഇവിടെ ആദ്യമായിട്ടില്ലേ? അതാ നീ അങ്ങനെ ചോദിക്കണേ. സാറില്ല, ഞാൻ പറഞ്ഞുതരാം. ബിസിനസ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ എറിക് എബ്രഹാം എന്നറിയപ്പെടും. പിന്നെ ഇങ്ങനെ മാഫിയ കിങ് എന്ന് തീക്കുകയും പിന്നെ ഇങ്ങനെ റൂൾസിൽ പേരായ എറിക് എബ്രഹാം എന്ന് പറഞ്ഞ് മാഫിയാസിനോ ഗാങ്സിനോ അറിയാൻ ചാൻസിലായിരിക്കാം. ഡി കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ അറിയാം.
ഡീക്കനെ ചതിച്ചവരാരും ഇതുവരെ ജീവനോട് ഇരുന്നിട്ടില്ല. തന്നെ ചതിക്കുന്നവരെയോ കൂടെ നിന്ന് ഒറ്റവരായാലും അങ്ങേറെ കയ്യിൽ പെടുന്നവരായാലും ഇതുവരെ ജീവനോട് തിരിച്ചു വന്നിട്ടില്ല. സച്ച് എ ഡെവിൾ. എന്റെ കർത്താവേ, ഒരു രാക്ഷസന്റെ മുമ്പിലാണല്ലോ ഞാൻ ചെന്ന് പെട്ടെ. ഗൈസ്, ഡീക്കെ വിളിക്കണ്ട്, എല്ലാരും അങ്ങോട്ട് ചെല്ലാൻ പറയണം. ഓ, ഇനി ഇന്ന് ആരെ കൊണ്ടിട്ടാണാവോ വിളിക്കണത്? ആ, നീ പുതുതല്ലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാം ആ ഡെവിൾ എങ്ങനെയാ. ഓ, അവന് ഭാഗ്യമുണ്ട്. അതെന്നാ അങ്ങനെ പറഞ്ഞേ? കാരണം അവന് പെട്ടെന്ന് മരിക്കാൻ പറ്റി. ഇന്നെന്തോ ബോസിന്റെ മൂഡ് നല്ലാന്ന് തോന്നണം, അല്ലെങ്കിൽ ഇവിടെ പെട്ടെന്ന് ഉള്ളിലായിരുന്നു. ഓ, കൊല്ലാനും മൂടോ? എന്റെ ദൈവമേ. അതെ, ബോസിന് അങ്ങനെ മൂടൊക്കെ ഉണ്ട്. ഏ, മനസ്സിലായില്ലല്ലേ? ഇല്ല. അത് ഇന്നത്തെ പോലെ നല്ല മൂടാണ് ബോസിനെങ്കിൽ ആ ബോസിനെ കേൾക്കുന്ന ആള് പെട്ടെന്ന് മരിക്കും. അല്ല, ഇനിയിപ്പോ നല്ല മൂടല്ലെങ്കിൽ അവന്റെ കാര്യം ബോസിനും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഓ, നന്നായി. എന്തെങ്കിലും കാര്യം വന്ന് എന്നെ കൊല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. ആ, നിന്റെ ജോലി നീ നല്ല രീതിയിലാണ് ചെയ്യണമെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കാണ്ട് ബോസിനെ ചതിക്കാണ്ടൊക്കെ ഇരിക്കണമെങ്കിൽ കുഴപ്പമില്ല. നിന്നെ കൊല്ലുമെന്നല്ല, നിനക്ക് മര്യാദ ഇവിടെ ജീവിച്ചു പോവാം. അല്ല പിന്നെ നീ ബോസിനെ ചതിക്കാനോ ഒറ്റാനോ എന്നാ സ്പൈ ചെയ്യാനോ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മോൻ്റെ ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ല. ഞാൻ ഇപ്പോഴേ ഒരു സൂചന തന്നേക്കാം, നീ തന്നില്ല എന്ന് വേണ്ട. താങ്ക്സ്. മുന്നേ നിന്റെ സ്വഭാവം പറഞ്ഞു തന്നേ. ആ, അതൊക്കെ വിട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ അവിടെ കൊന്നിട്ടേക്കുന്നതിൻ്റെ ചോരയും ആ ബോഡിയൊക്കെ ക്ലീൻ ചെയ്യണ്ടേ? വാ അങ്ങോട്ട്. കുരിശൊക്കെ നിന്റെ നാശത്തിനുള്ള തുടക്കം ഞാൻ കുറിച്ച് കഴിഞ്ഞതേ. നീ ഈ ലോകത്തിന് മുമ്പിൽ ഒളിപ്പിച്ചു വെച്ച നിന്റെ വീക്ക്നെസ് പ്രതികാരം ചെയ്തു. അവളിനി എനിക്കുള്ള കാര്യം. ഇത്ര സൗന്ദര്യമുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ ഇതുവരെ ആസ്വദിച്ചു. 1 നൈറ്റ് 1 നൈറ്റ് ഇവളെ എനിക്ക് വേണം. അവളെ ഞാൻ നിന്നിൽ നിന്ന് തട്ടിയെടുത്തിരിക്കും. മേരി ആയിരുന്നു. മേരി പോകാനറിഞ്ഞു. ഡോക്ടർ, അപ്പോ സൈൻ ചെയ്യാൻ വേണ്ടി. അല്ല, ഡോക്ടർ പോകുന്നില്ലേ? പോണം. കുറച്ച് ഇതുകൂടി നോക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. എന്നാ ശരി ഡോക്ടറെ, ഞാനിറങ്ങാം. ശരി, എന്നാ സൈൻ ചെയ്തോന്നില്ലേ? ഓ, ഇത് നോക്കിയിട്ട് തീരണില്ലല്ലോ. എന്തുവായത്? ഞാൻ എപ്പോൾ വീട്ടിൽ പോകാനാണ് എന്തോ. ഓ, ഇനി പറ. ഇച്ചായനാണല്ലോ. ഹലോ ഇച്ചായ, എന്താ ചായ വിളിച്ചേ? അത് നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല ചായ, കുറച്ച് വർക്കുണ്ടായിരുന്നു, അപ്പോൾ ഇറങ്ങാൻ നിൽക്കുക. ആണോ? എന്നാ നീ അടുത്ത് നിൽക്കേ, ഞാൻ വരാം. ശരി ചായ. എന്താണ് ചായ ഇന്ന് പതിവില്ലാണ്ട് പിരിക്കാനൊക്കെ വന്നേക്കണേ? അതോ, ഞാൻ കുറെ നാളായില്ലേ എൻ്റെ പെണ്ണിൻ്റെ കൂടെയൊക്കെ ഔട്ടിങ്ങൊക്കെ പോയിട്ട്, അപ്പോൾ അതുകൊണ്ട് വന്നതാ. ഓ അങ്ങനെ, എന്നാ ഓക്കെ. എവിടെ പോണം? എവിടെ പോവാ? മാളിപ്പോ, അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോ. ശരി, എന്നാ പോയാലും. എന്താണ്? എനിക്ക് ഐസ്ക്രീം വേണം. ശരി, വാ വാങ്ങിത്തരാം. താങ്ക് യു ചായ. സ്ട്രോബെറി ഫ്ലേവർ അല്ലേ? യെസ്. ബീച്ചിട്ട് പോയാലോ? ഓക്കെ.
ഇപ്പോഴും കയറുന്നില്ലേ? ഇല്ല, വെറുതെ എനിക്ക് കുറച്ച് വർക്കുണ്ട്, പിന്നെ കയറാം. ഓ ശരി ചായ, എന്നാ ഞാൻ പോവാണേ. കിച്ചു, ആ എന്താ ചായ? love you. Love you too, Jaya. I can make it right.